ഖുതുബ മൂപ്പർ കേൾപ്പിച്ചു കൊടുത്ത് മിമ്പറിൽ കയറി ഹംദും ഞാൻ പറഞ്ഞാൽ ദിവസങ്ങൾ നീണ്ടുകൊണ്ടിരും. തബഖാത്തുൽ കുബ്ര ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി ഷെയ്ഖ് മുഹമ്മദുൽ ഹലരി തങ്ങളെ കുറിച്ച് പറയാൻ മൂപ്പരെ കുറിച്ച് നാട്ടുകാർ പരാതി പറഞ്ഞു മൂപ്പർ ജുമാക്ക് വരലില്ല. ആ മൂപ്പർ പറഞ്ഞു ഞാൻ വരാ ഖുതുബൻ കേൾപ്പിക്കണം. ഖുതുബ മൂപ്പർ കേൾപ്പിച്ചു കൊടുത്ത് മിമ്പറിൽ കയറി. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നിപ്പോകും ഇയാളാണ് ആദ്യം ഈ സംഭവം കണ്ടതെന്ന്. ഈ എന്ത് കഥയില്ലാത്തൊരു കഥയാണ് ഇത്. കാവനൂരിൽ നടന്നൊരു പ്രഭാഷണത്തിൻ്റെ കള്ളപ്പറച്ചിലിനിടയിൽ പറഞ്ഞ ഒരു സത്യമാണെന്ന് പറയാം. പഠിപ്പിക്കാൻ വന്നതാണ് പേരോട് ഉസ്താദിനൊക്കെ. അന്തയില്ലാത്ത ആളുകൾ പണ്ടേ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ. ഇനി ആരുടെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അയാൾ പറയുന്നതൊന്ന് ആദ്യം ഒന്ന് കേൾക്കണം, പിന്നെ നമുക്ക് പേരോട് ഉസ്താദിൻ്റെ ക്ലിപ്പും കൂടെ കേൾക്കാം. എല്ലാം ശരിയായിക്കോളും. ഇനി വേറൊരു മഹാൻ, ഇത് ഞാൻ പറഞ്ഞാൽ ദിവസങ്ങൾ നീണ്ടുകൊണ്ടിരും. തബഖാത്തുൽ കുബ്ര ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി ഷെയ്ഖ് മുഹമ്മദുൽ ഹലരി തങ്ങളെ കുറിച്ച് പറയാൻ മൂപ്പരെ കുറിച്ച് നാട്ടുകാർ പരാതി പറഞ്ഞു മൂപ്പർ ജുമാക്ക് വരലില്ല. ആ മൂപ്പർ പറഞ്ഞു ഞാൻ വരാ ഖുതുബൻ കേൾപ്പിക്കണം. ഖുതുബ മൂപ്പർ കേൾപ്പിച്ചു കൊടുത്ത് മിമ്പറിൽ കയറി ഹംദും സലാത്തൊക്കെ കഴിഞ്ഞ് മൂപ്പർ പറയാ അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. മശായിഖിന്റെ കലാമാണോ? എന്തായി നേരെ അർത്ഥം വെച്ചോക്ക്. നാട്ടുകാരെ നിങ്ങൾക്ക് ഇലാഹില്ല, ഇല്ലാ ഇബ്ലീസ്, നിങ്ങളെ ഇലാഹ് ഇബ്ലീസാണ്. അലൈഹി സ്വലാത്തു വസ്സലാം. ആൾക്കാരെല്ലാം കൂടി പറഞ്ഞു കഫറ കഫറ. ഏപ്പിക്കാരെക്കാരെ മുന്നിലിരിക്കണേ കഫറ, നമ്മളെ ഖത്തീബ് കാഫിറായി. സൈഫ മൂപ്പര് വാള് കോട്ടൂരി ഓടി. എല്ലാരും ഒറ്റ പേരോടോടെ പിന്നെ എല്ലാരും പള്ളിയിൽ നിന്ന് ഓടിക്കഴിച്ചിലായി. അപ്പൊ എന്താ പറഞ്ഞ അർത്ഥം? ഷഹറാനിമാൻ പറയാണ് ആൾക്കാരെങ്ങനെ നോക്കിയപ്പോ അള്ളാനെ ഇബാദത്ത് ചെയ്യണമല്ലോ ആരുമില്ല, ഒക്കെ ശൈത്താനും വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യണമല്ല മുന്നിലുള്ളത്. അപ്പൊ ഓരോട് പറയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഇബ്ലീസിനെയാണ്. അഫറായിത്ത മനിത്തഖദ പറഞ്ഞില്ലേ ഇലാഹു ഹവാ, അവനെ ഇലാഹാക്കി, പിശാചിനെ ഇലാഹാക്കി. ഇതായി പറയുന്നത് അലൈഹി സ്വലാത്തു, ആ ഇബ്ലീസിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ നിസ്കാരം. വസ്സലാം, സലാം പറയണം, ഇബാദത്തൊക്കെ ഓന് വേണ്ടിയിട്ടാണ് അതിന്റെ അർത്ഥം. ഇത് ഓരോന്നിനും ഓരോ മയനല്ലേ. ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ എഴുതി നീച്ചരാ. അയാളെ വോയിസ് നന്നായി കേട്ടില്ലേ? എന്നെയാണ് പേരോട് ഉസ്താദിന്റെ വോയിസ് കേൾക്കേണ്ടത്. എത്ര ഭംഗിയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നൂൽശക്കാർ പറഞ്ഞതുപോലെ അല്ല. ആ ശൈഖിന്റെ വാചകം ഞാൻ അങ്ങ് വിവരിച്ചു തരാം, കേട്ടോളൂ. ശരിയായ അർത്ഥം ഒരു ശൈഖ് പറഞ്ഞല്ലേ, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ലക്കും, അല്ലാ ഇലാഹ ലക്കും, നിങ്ങൾക്ക് ദൈവമില്ല, അഥവാ നിങ്ങൾ പിന്തുടരുന്ന അനുസരിക്കുന്ന വ്യക്തിയില്ല. ഏതുപോലെ ഖുർആനിൽ അല്ലാഹു തആല ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ, തടീച്ചയെ ദൈവമാക്കിയവനെ കണ്ടില്ലേ? ഞാൻ തടീച്ചനുസരിച്ച് ജീവിക്കാൻ, തടീച്ചയെ ഭയപ്പെടുക, തടീച്ചയെ ഭയപ്പെടുന്നവനെ പറ്റി ദൈവമാക്കി എന്ന് ഖുർആൻ പറഞ്ഞു. ആ അർത്ഥത്തിലാണ് ഈ മഹാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇബ്ലീസ് അല്ലാതെ നിങ്ങൾ അനുസരിക്കുന്ന കക്ഷിയില്ല, നിങ്ങളെ എല്ലാ സംഗതിയും ഇബ്ലീസിനെ അനുസരിച്ചുകൊണ്ടാണ്. അസ്ഹദു ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലാ ഇലാഹ ലക്കും, നിങ്ങൾക്ക് ദൈവമില്ല ഇബ്ലീസ് അല്ലാതെ. ഇബ്ലീസ് പറയുന്നതിനനുസരിച്ചാ നിങ്ങളെ നടത്തം. അലൈഹി സ്വലാത്തു വസ്സലാം, അതിന്റെ അർത്ഥം നൂർശക്കാർ പറഞ്ഞ പോലെ അള്ളാന്റെ കരുണാകട ഇബ്ലീസിന് ഉണ്ടാട്ടെ എന്നല്ല. അതാ സുഹൃത്തുക്കളെ, അറിവുകേടാണത്. അലൈഹി, ആ ഇബ്ലീസിനെ വഴിപ്പെടുന്നതിന്റെ മേൽ, ഇബ്ലീസിനെ ദൈവമാക്കുന്നതിന്റെ മേൽ എടുക്കപ്പെട്ടതാണ് അസ്സലാത്തു, നിങ്ങളെ നിസ്കാരവും സലാത്തൊക്കെ ഇബ്ലീസിന് വഴിപ്പെട്ടുകൊണ്ടുള്ളതാണ്. നിസ്കാരത്തിൽ നിങ്ങളെ ചിന്ത ദുനിയാവിന്റെ ചിന്തയാണ്. നിസ്കാരത്തിൽ നിങ്ങളെ ചിന്ത ദുനിയാവിന്റെ ചിന്ത. ഇബ്ലീസ് പറയും പോലെ ചിന്തിക്കാണ്, അത് ദുനിയാവ് കിട്ടാനുള്ള സലാത്തായി പോവുകയാണ്. ഇഹ്ലാസ് ഇല്ലാത്തവരെ പറ്റിയാണ് കേട്ടോ. ഇബ്ലീസിനെ ഭയപ്പെട്ടുകൊണ്ടാണ് എല്ലാം നിങ്ങളെ പ്രവർത്തനം. അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങളെ സലാം പറയലും ഇബ്ലീസിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. സലാം പറയുന്നതിന് കണക്കുണ്ട്, പറയേണ്ടവർക്ക് പറയണം, പറയേണ്ടതുപോലെ പറയണം. അതേ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അല്ലാഹ് കയ്യുകാരുണ്ട് നടന്നവർക്ക് സലാം പറയാണ്. റസൂൽ നമ്മളെ മനുഷ്യനാൻ നടന്നവന് സലാം പറയാണ്. ഇബ്ലീസിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള സലാം പറയലാണ്, ഇബ്ലീസിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള സലാത്താണ്. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. തരീഖത്ത് പഠിക്കണം. തരീഖത്തിലും അതാ തരീഖത്തും ശരീഅത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന് നല്ല വ്യാഖ്യാനമേ കൊടുക്കാൻ പാടുള്ളൂ. ഈ നല്ല വ്യാഖ്യാനത്തിന് അവിടെ വകുപ്പുണ്ടായിട്ട് ഇബ്ലീസിന് സലാത്തും സലാമും ചൊല്ലി എന്നല്ലേ ഒരു മഹാനായ ശൈഖിനെ സംബന്ധിച്ച് നൂർശക്കാർ എഴുതി വിട്ടിരിക്കുന്നത്. തരീഖത്തിന്റെ വഴി അവർ പഠിച്ചിട്ട്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം പേരോട് ഉസ്താദി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറയേണ്ടതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിൻ്റെ പ്രവർത്തനം, അവരൊക്കെ ആരാണ്? അവരെ അടുത്തേക്ക് എത്താൻ ആർക്കെങ്കിലും പറ്റുമോ? പ്രത്യേകിച്ച് ഈ കുരുവട്ടൂരികൾ അഥവാ നൗഷാദ് കൂട്ടർക്ക് എത്താൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചുകൂടെ? എന്തിനാണ് വെറുതെ കുതിര കയറാൻ വരുന്നത്? പേരോട് ഉസ്താദിനൊരു മഹാന്മാരുടെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ വാക്കുകളുടെ മയനെന്താണ്, പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അത്ര.
നേരത്തെ നിങ്ങളെ പോലത്തെ വിഭാഗങ്ങൾക്ക് ഉസ്താദ് മനസ്സിലാക്കി കൊടുത്തതാണത്.